ഹായ് ഗ്ലാമസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗ്ലാമലു. അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മീഷോ ഹോളാണ്. മീഷോയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതിൽ കുറച്ച് നൈറ്റ് ഡ്രസ്സിൻ്റെ കളക്ഷൻസാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. എനിക്ക് പൊതുവെ മീഷോയിൽ നിന്ന് എനിക്ക് അധികം കിട്ടുന്ന സാധനങ്ങളൊക്കെ അത്യാവശ്യം നല്ല സാധനങ്ങളാട്ടോ. എനിക്ക് അങ്ങനെ അധികം പറ്റിക്കപ്പെട്ട അവസരം മീഷോയിൽ നിന്ന് ഇതുവരെ തന്നിട്ടില്ല. താങ്ക്സ് ടു ദാറ്റ്. ഈ ഒരു പെട്ടി നിറയെ സാധനങ്ങൾ ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഈ ഒരു പെട്ടി ഫുള്ള് നൈറ്റ് ഡ്രസ്സാണ്. ഈ നൈറ്റ് ഡ്രസ്സ് ഓരോന്നായിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. റേറ്റ് ഞാൻ പറയാം. അതിനു മുമ്പേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പ്ലീസ് സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തേക്കണേ. അപ്പം ആദ്യം ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു നൈറ്റ് ഡ്രസ് കോംബോ കേട്ടോ. ഇത് ഒരു 3 സെറ്റായിട്ടാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. ഇതിൻ്റെ റേറ്റൊക്കെ എനിക്ക് കറക്റ്റ് ഇപ്പോൾ എനിക്ക് പറയില്ല, പക്ഷേ ഞാൻ വീഡിയോയുടെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ടാഗ് ചെയ്തിട്ടേക്കാം ഇതിൻ്റെ റേറ്റൊക്കെ എത്രയാണ്. അപ്പം ഇത് വരുന്നത് ഒരു 3 നൈറ്റ് ഡ്രസ്സിൻ്റെ കോംബോ ആണ്. ഇതിൽ ഓൾറെഡി റെഡ് വൺ ഞാൻ ഓൾറെഡി യൂസ് ചെയ്ത് നോക്കി, കഴുകി നോക്കി. ആൻഡ് നിങ്ങളിത് വിശ്വസിക്കുമെന്ന് അറിയത്തില്ല, ഇത്രയും നിസ്സാരമായ വിലയ്ക്ക് ഇത്രയും ക്വാളിറ്റി ഉള്ളൊരു സാധനം പറയാൻ പറ്റില്ല. കാരണം ഇത് നോക്കിക്ക് നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഇതിൻ്റെ കളർ പോകുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്ത് നോക്കി, പക്ഷേ കളറൊന്നും പോയിട്ടില്ല. അപ്പം നിങ്ങൾക്ക് എന്തായാലും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് എന്തായാലും വാങ്ങിക്കാം. ഈ പാക്കേജിൽ വന്നതിൽ ഈ റെഡ് എൻ്റെ ഏറ്റവും പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കളർ കേട്ടോ. പിന്നെ ബ്ലൂവും ബ്ലാക്കും 3 അടിപൊളി തന്നെയായിരുന്നു. ഇത് ലെങ്തി ആയിട്ടുള്ള പാൻ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല കംഫർട്ടബിൾ ആയിരിക്കും. ചിലർക്ക് ഷോർട്ട്സ് ഇടാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഇത് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ ആട്ടോ. അടിപൊളി പറയാനൊന്നുമില്ല. എൻ്റെ സൈസ് എന്ന് പറയുന്നത് എൽ സൈസാണ്. അപ്പം ഞാൻ വാങ്ങിച്ചത് XL റേഞ്ചിലുള്ള, ചിലത് L കിട്ടാത്തത് ഞാൻ XL ആയിട്ട് വാങ്ങിച്ചത്. പിന്നെ എനിക്ക് അതിൽ നിന്നൊരു കാര്യം മനസ്സിലായി, നിങ്ങൾക്ക് നൈറ്റ് ഡ്രസ് ആയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുള്ളൂ നിങ്ങളുടെ സൈസിനെക്കാട്ടി ഒരു സൈസ് അപ്പുറം, അതായത് ഇപ്പം നിങ്ങൾ L സൈസ് ആണെങ്കിൽ നിങ്ങൾ XL വാങ്ങിക്കുക, S ആണെങ്കിൽ M വാങ്ങിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം നമുക്ക് കുറച്ചും കൂടി ലൂസ് ഫിറ്റായി കഴിഞ്ഞാൽ കംഫർട്ടബിൾ ആയിരിക്കും. എനിക്ക് പറ്റിയൊരു ഒരു ചെറിയൊരു അബദ്ധം അതായിരുന്നു. L എന്ന് പറയുന്നത് എനിക്ക് കറക്റ്റ് അല്ല എന്നല്ല ഞാൻ പറയുന്നത്, എനിക്ക് ഫിറ്റാണ്. പക്ഷേ എനിക്ക് കുറച്ചും കൂടി, അതായത് നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു ഇച്ചിരി ലൂസാണെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ടും തോന്നും. അത് കാരണം നിങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ അപ്പോൾ സൂക്ഷിക്കുന്നതല്ല, നിങ്ങൾക്ക് കുറച്ച് ഫിറ്റിംഗ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ എക്സാക്ട് സൈറ്റാണ് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. ഒരല്പം ലൂസ് വേണമെന്ന് തോന്നുവാണെങ്കിൽ ഒരു സൈസ് അപ്പർ എന്തായാലും വാങ്ങിക്കുക. ഇതാ ഈ ഒരു ലൈറ്റ് പിങ്ക് കളർ ഒരു ഫ്ലെമിംഗോ ആയിട്ടുള്ള ഷോർട്ട് ആൻഡ് ഷർട്ട്സ് സെറ്റാട്ടോ. അതായത് ഇതും നല്ലൊരു മെറ്റീരിയൽ ആട്ടോ. ഇത് സ്ട്രെച്ചബിൾ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. അതുപോലെ ഇറുകി പിടിക്കുന്നത് നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഇതിൻ്റെ തന്നെ ഒരു ബ്ലാക്കും ഞാൻ ഇത് കോംബോ സെറ്റ് അല്ല, സെപ്പറേറ്റ് ആണ്. ഇതിൻ്റെ റേറ്റും ഞാൻ എവിടെയെങ്കിലുമൊക്കെ ഞാൻ ഇട്ടേക്കാം. ഇതും നല്ല സാധനം തന്നെ കേട്ടോ. എനിക്കറിയില്ല, ഇത് നമ്മളൊരു സാധനം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് തയ്ച്ചെടുക്കാൻ തന്നെ ഒരു 100-400 രൂപ വേണം. അപ്പോൾ എങ്ങനെ ഇവർക്കൊക്കെ ഇത് മുതലാവുമെന്ന് എനിക്കറിയാൻ പറ്റുന്നില്ല. വളരെ ക്യൂട്ടായിട്ടുള്ളൊരു സെറ്റാട്ടോ ഇത് നോക്കി. നല്ലൊരു ലൈറ്റ് പിങ്ക് കളർ ഫ്ലെമിംഗോ പ്രിൻ്റൊക്കെ ആയിട്ട് നല്ല ഭംഗിയില്ലേ. പിന്നെ അതേ സെയിം മെറ്റീരിയൽ തന്നെയാണ് ഈ ബ്ലാക്കിൻ്റെയും. മെറ്റീരിയൽ വൈസ് രണ്ടും സെയിം ആണ്, ഉള്ളി കളർ ആൻഡ് ഡിസൈൻ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഡിഫറൻസ്. പക്ഷേ ബ്ലാക്കിനാണ് കുറച്ചും കൂടി റേറ്റ് കൂടുതൽ. ഞാൻ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഒരേ ഡിസൈനാണ്, അതിൻ്റെ 2 കളർ ചേഞ്ച്. ഇത് കോംബോ അല്ല കേട്ടോ, ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. ഒരു ബ്ലൂ കളറും ഒരു പിങ്ക് കളറും. പിങ്ക് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഈ L സൈസ്, കാരണം L ആയിരുന്നു എനിക്ക് അവൈലബിൾ. ഇത് ഞാൻ XL വാങ്ങിച്ചു. നിങ്ങൾക്ക് പിന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്താൽ അത് ബോറായിരിക്കും. കാരണം നിങ്ങൾ ഒരു സൈസ് അപ്പർ വാങ്ങിക്കണമെന്ന് നിങ്ങളുടെ ഇഷ്ടത്തിൽ. എൻ്റെ ഒരു സജഷൻ മാത്രമാണ് നിങ്ങളൊരു സൈസ് അപ്പർ വാങ്ങിക്കണമെന്ന്. ഒരേ സെയിം സൈസ് ആയാലും കുഴപ്പമൊന്നുമില്ല, കാരണം നമുക്ക് ഇതിൻ്റെ മെറ്റീരിയലൊക്കെ പറയും നമുക്ക് ചൂടെടുക്കത്തില്ല. ഇത് അത്യാവശ്യം ബെന്നിയൻ മെറ്റീരിയൽ ആട്ടോ. 261 രൂപയാട്ടോ ഈ ഒരു സെറ്റിൻ്റെ വില. അതായത് ബ്ലൂവിന് 261, പിങ്കിന് 261. രണ്ടും കോംബോ അല്ല, സെപ്പറേറ്റ് ആട്ടോ ഞാൻ വാങ്ങിച്ചത്. പിങ്ക് കുറച്ചും കൂടി ട്രാൻസ്പെറൻറ്റ്, ബ്ലൂ ആണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്. രണ്ടും നല്ല അടിപൊളി കളേഴ്സ് ആട്ടോ, ലൈറ്റ് പിങ്കും പിന്നെ അതായത് ഡാർക്ക് ബ്ലൂ. എനിക്ക് ഈ ബ്ലൂ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു കളർ വൈസ്. മെറ്റീരിയൽ വൈസ് 2 സെയിം ആണ്. അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് ബോട്ടം മാത്രമാണ്. അതൊരു ബോട്ടം ജസ്റ്റ് 300 റുപ്പീസിന് എനിക്ക് 5 ബോട്ടം കിട്ടി. 5 ബോട്ടം. ഇതാ 1 2 3 4 and 5. ഈ 5 കളേഴ്സും കുറച്ച് ഡാർക്ക് കളേഴ്സാണ്. കാരണം നമ്മൾ വീട്ടിലെല്ലാം ഉപയോഗിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് ഡാർക്കർ ആയിട്ടുള്ള ഷെയ്ഡ്സ് നമ്മൾ ചൂസ് ചെയ്യണമെങ്കിൽ ബെറ്റർ ആണ് ചേട്ടാ. ഇത് വളരെ നൈസ് ആട്ടോ, വളരെ നൈസ് എന്ന് പറഞ്ഞാൽ ഇതാ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. വെയിറ്റ് എന്ന് പറഞ്ഞ സാധനമില്ല. ഇത് നമുക്ക് ഇട്ടാൽ നമുക്ക് ഇട്ടെന്ന് തോന്നാത്ത രീതിയിൽ അത്രയ്ക്ക് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആട്ടോ. സ്ട്രെച്ചബിൾ ആണ്,
ഞാൻ ഇത് ട്രൈ ചെയ്തൊന്ന് വാഷ് ചെയ്ത് നോക്കിയതാണ്. ഒരെണ്ണം ഞാൻ വാഷ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ പിന്നെയും മടക്കി കൂട്ടി വെച്ചതാണ് കേട്ടോ. വാഷ് ചെയ്തപ്പോൾ ഇതും കളർ പോകുന്നില്ല. ഇതോ സ്ട്രെച്ചബിളാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് നമുക്കൊരു ബോട്ടം ഒരു പലാസോ ടൈപ്പ് ഫിറ്റാണ് വരുന്നത്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇങ്ങനെ റെഫറൻസിന് വേണ്ടി എന്താ ഈ ബ്ലാക്ക് ഒന്ന് ഇട്ട് കാണിച്ചു തരാം. അപ്പോൾ എല്ലാ കളറൊന്നും ഞാൻ കാണിച്ചു തന്നില്ല, കാരണം എല്ലാം സെയിം ഫിറ്റിംഗ് തന്നെയാണ്. എനിക്ക് ഇതിൻ്റെ ഒരു 5 ഷെയ്ഡ്സ്. അപ്പം നിങ്ങളൊന്ന് ചോദിക്കുക 300 രൂപയ്ക്ക് 5 ഷെയ്ഡ്സ് നമ്മൾ എത്ര നിസ്സാരമായിട്ടുള്ളൊരു വിലയായിരിക്കും വരുന്നതെന്ന്. അത് ഇതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് വീട്ടിൽ മാത്രമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു കുർത്ത സെറ്റ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് പുറത്തിട്ടോണ്ട് പോകണമെങ്കിലും പുറത്തിടാനും പറ്റുന്ന ഒരു ടൈപ്പ് മെറ്റീരിയലായിട്ട് നല്ല കംഫർട്ടബിളാണ്. പിന്നെ എനിക്ക് എന്തൊരു പ്രശ്നം അറിയാമോ, എനിക്ക് കുറച്ച് ഹൈറ്റ്, ഞാനൊരു ടോൾ പേഴ്സൺ ആണ്. അപ്പോൾ എനിക്ക് ഇതിൻ്റെയൊക്കെ ലെങ്ത്താണ് എനിക്ക് പ്രശ്നം വരുന്നത്. അത് മീഷോയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ മാത്രമല്ല, എനിക്ക് പുറത്തുനിന്ന് വാങ്ങിച്ചാൽ എനിക്ക് എൻ്റെ ഒരു ലെങ്ത്ത് ഇല്ലെങ്കിൽ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് കിട്ടുന്ന ഡ്രസ്സ് ഇല്ലെങ്കിൽ ജീൻസൊക്കെ കുറച്ച് കുറവാട്ടോ. അത് കാരണം. പക്ഷേ നിങ്ങൾ അത്യാവശ്യം നോർമൽ ഹൈറ്റൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇതൊരു പെർഫെക്റ്റ് ഓപ്ഷനാണ്. അടുത്തത് വന്നേക്കുന്നത് ഒരു 3 ടീഷർട്ടാണ്. ഒരു വൈറ്റ്, ബ്ലാക്ക് ആൻഡ് വീണ്ടും ഒരു പിങ്കില്ലേ ഒരു 3 ടീഷർട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇത് ടീഷർട്ട് മെറ്റീരിയൽ, നമ്മുടെ നോർമൽ ടീഷർട്ട് മെറ്റീരിയൽ ആട്ടോ. പക്ഷേ ഇത് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ഇത് കളർ പോവുക എന്താണെന്നുള്ളൊരു കാര്യം എനിക്ക് കറക്റ്റ് ഉറപ്പ് പറയാനില്ല. പക്ഷേ കണ്ടിട്ട് കളർ പോവാത്തൊരു ടൈപ്പാണ് തോന്നുന്നത്. കാരണം ഇതേ കണക്കത്തുള്ളത് മീഷോന്നല്ലാതെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഇതേ കണക്ക് സെയിം മെറ്റീരിയൽ. പക്ഷേ അതൊന്നും കളർ പോയിട്ടില്ല. അതുകൊണ്ട് എൻ്റെ വിശ്വാസം ഇതും പോവില്ല എന്നാണ്. ഇതിൻ്റെ റേറ്റും ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഈ ഒരു കോമ്പോസിറ്റിൽ 3 കളേഴ്സ് ആയിരുന്നു വന്നത്. 261 റുപ്പീസ് ആയിരുന്നു 3നും കൂടി ചേർത്ത്. പിങ്ക്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഈ 3 കളേഴ്സും അടിപൊളിയായിരുന്നു. പിങ്ക് ആയതോട്ടെ ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും നിസ്സാരമായ വിലയ്ക്ക് നമുക്ക് വീട്ടിൽ നിൽക്കുമ്പോഴും നമുക്ക് ഒരു സ്റ്റൈലായിട്ട് നിൽക്കാൻ പറ്റുന്ന കുറേ ഓപ്ഷൻസ്. ഇത് മാത്രമല്ല കേട്ടോ, ഇനിയും കുറേ ഓപ്ഷൻസ് മീഷോ ഉണ്ട്. ഞാൻ ഈ മീഷോ എന്നൊക്കെ ഇടയ്ക്കിടെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ മീഷോ എനിക്ക് എന്ത് സ്പോൺസർഷിപ്പൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട്, ഞാൻ അവരുടെ പ്രൊമോഷന് വേണ്ടി ചെയ്യുന്നതായിരിക്കും. പക്ഷെ അല്ല, എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ആട്ടോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നമ്മൾ പുറത്ത് പോകുമ്പം കൂടുതൽ കോൺഷ്യസ്, പക്ഷേ നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ അധികം കോൺഷ്യസ് അല്ല നമ്മളെങ്ങനെ. പക്ഷേ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഒന്ന് സ്റ്റൈൽ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്തൊരു കോൺഫിഡൻസ് എവിടെ നിന്നൊക്കെ കിട്ടി നടക്കാം. നമ്മൾ വീട്ടിലാണ്, വേറെ പുറത്തൊന്നും പോയി ആരെയും കാണിക്കാനില്ലെങ്കിലും പോലും ഒരു ചെറിയ എന്തോ ഒരു കോൺഫിഡൻസ് നമുക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ആയി കേട്ടോ. അപ്പോൾ ഇതൊക്കെ മാത്രമേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇത് യൂസ്ഫുള്ളായി തോന്നുന്നവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയ്ക്ക് കാണുന്നവരെ ബൈ.